ഈ ആഴ്ച പിശാച് ഞെരിച്ചു കളഞ്ഞ ജീവിതങ്ങൾ തളിർക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അതെ ആവർത്തിച്ചു പറയട്ടെ, ദൈവികമായ മാറ്റങ്ങൾക്ക് നിങ്ങളായിരുന്ന, കരഞ്ഞുകൊണ്ടായിരുന്ന, നിരാശയും വേദനയും കണ്ണുനീരും അനുഭവിച്ചു കൊണ്ടായിരുന്ന അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ ഇടയായി എന്ന് നിങ്ങളിൽ നിന്ന് കേൾക്കുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും അവസരം നൽകിയ നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതെ, ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ മാറ്റങ്ങളുടേതായി തീരുവാൻ നിങ്ങൾ ലോകപ്രകാരം ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ, അതെ ആ മാറ്റത്തിനായുള്ള കാത്തിരിപ്പിന് അറുതി വരുവാൻ പ്രാർത്ഥനയോടെ കഴിഞ്ഞ രാത്രി ദിവസനിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചന പ്രാരംഭമായി ഞാനത് നിങ്ങളുമായി പങ്കുവച്ചു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ആ പ്രവചന ദൂത് നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു കാര്യം നിസ്സംശയം പറയട്ടെ, ഇതുവരെയുള്ള ഓരോ മെസ്സേജുകളും ഒത്തിരി പേരുടെ ജീവിതത്തെ, ഒരുപക്ഷെ നിങ്ങളുടേതുൾപ്പെടെയുള്ള ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു മാറ്റം യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഒന്ന്, പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ഞങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നതാണ്. ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾ കേൾക്കുക മാത്രമല്ല, തുടർന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു, നമ്മൾ ഒരുമിച്ച് ആ സാക്ഷ്യത്തെ പങ്കുവയ്ക്കുന്നു. അവിധത്തിൽ തന്നെ ഇന്നത്തെ ഈ വചന സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടേതായി മാറും. അപ്പോൾ പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: മഹാസൈന്യമായ വെട്ടുകിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഞാൻ, അഥവാ സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ നിങ്ങളോടായി പറയുന്നു, അവൻ പകരം നൽകും. മനുഷ്യനും പിശാചും നശിപ്പിച്ച് കളഞ്ഞ നിങ്ങളുടെ നല്ല നാളുകൾക്ക്, നിങ്ങളുടെ നല്ല അനുഭവങ്ങൾക്ക്, നിങ്ങളുടെ സന്തോഷങ്ങൾക്ക്, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക്, പ്രാപിക്കുവാൻ കഴിയാതെ പോയ നിങ്ങളുടെ അനുഭവങ്ങൾക്ക് എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ പകരം നൽകും. ഓ, താങ്ക് യു ലോർഡ്. എങ്ങനെ പാസ്റ്റർ ഇത് സാധ്യമായി തീരും? നഷ്ടപ്പെട്ടു പോയത് പോയി, ഇനി ഒരിക്കലും അത് തിരികെ വരത്തില്ല. എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. സങ്കടമാണ്, വല്ലാത്ത സങ്കടമാണ്. ഒരുപാട് സ്വപ്നം കണ്ടതും ഒരുപാട് പ്രതീക്ഷകൾ ഒപ്പമുള്ളവർക്ക് നൽകിയതും നിന്നിൽ തന്നെയുള്ള ഉറപ്പ് കൊണ്ടാണ്. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം ജോലി ചെയ്യും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. മക്കളോട് പറഞ്ഞു, അതെ ആ മകളോട് പറഞ്ഞു, അവളുടെ ഭാവിയെക്കുറിച്ച് അവൾ ഉത്കണ്ഠപ്പെട്ട സമയത്ത് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും മോളെ, അപ്പനില്ലേ, ധൈര്യമായിട്ടിരിക്കുക, നീ സങ്കടപ്പെടാൻ ഇടവരത്തില്ല. പക്ഷേ ആ ഉറപ്പിന് അടിസ്ഥാനമായിരുന്നു. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, വല്ലാത്തൊരവസ്ഥയിൽ നീ ആയിരിക്കുക. സഹോദര, കേൾക്ക്, നഷ്ടപ്പെട്ട ആരോഗ്യത്തെ എൻ്റെ കർത്താവ് തിരികെ നൽകുകയാണ്. അതേ, കർത്താവ് നിന്നെ സൗഖ്യമാക്കിയ യേശുവിൻ നാമത്തിൽ രോഗമുഖാന്തരം നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവ് സൗഖ്യമാക്കിയ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ, താങ്ക് യു ലോർഡ്. അതേ, നഷ്ടപ്പെട്ട ആരോഗ്യം, അതേ തുടർന്നുണ്ടായ വല്ലാത്ത വേദന, നിരാശ, അല്ലേ സഹോദരി? ഇപ്പോൾ ഭർത്താവിൻ്റെ കാര്യം നോക്കുവാൻ കഴിയുന്നില്ല, മക്കളുടെ കാര്യം നോക്കുവാൻ കഴിയുന്നില്ല, ഒരു ഭാര്യ എന്ന കടമകൾ പോലും നിറവേറ്റുവാൻ കഴിയാത്ത വിധത്തിൽ നീ വല്ലാതെ, എന്തിന് ഞാനിങ്ങനെ ഒരു ഭാര്യയായി തുടരണം, എന്തിന് ഞാനിങ്ങനെ ഒരു അമ്മയായി തുടരണം? നിൻ്റെ സങ്കടമത ഓരോ പ്രഭാതങ്ങളിലും കണ്ണുനീരുകൊണ്ട് മുഖം കഴുകി നീ എഴുന്നേൽക്കുന്നുണ്ട്. കേൾക്ക്, ആ അവസ്ഥയ്ക്ക് എൻ്റെ യേശു അറുതി വരുത്തുകയാണ്. രോഗമുഖാന്തരം നശിച്ചുപോയ നിന്റെ ആന്തരിക അവയവങ്ങളിൽ ജീവൻ്റെ തുടിപ്പുകളെ എൻ്റെ കർത്താവ് തരിക. പ്രാർത്ഥിച്ചു തുടങ്ങ്. നിന്റെ ആന്തരിക അവയവങ്ങളിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന, നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നിരവധി ലാബ് റിപ്പോർട്ടുകളിലൂടെ ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞതിനെ എൻ്റെ ദൈവം മാറ്റുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ കണ്ണിന് മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുക.
ആ കാഴ്ച ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡോക്ടർമാർ പറയുന്നതാണ് അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര നാൾ തുടരും, എത്ര നാൾ നിനക്ക് വെളിച്ചമുള്ള ലോകത്തിലായിരിക്കുവാൻ കഴിയുമെന്ന് അറിയത്തില്ല. ഇരുട്ട് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നു മൂടുകയാണ്. കേൾക്ക്, അടുത്ത ടെസ്റ്റിൽ, അടുത്ത ചെക്കപ്പിൽ ഡോക്ടറെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമായി നിൻ്റെ കണ്ണുകളെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. കർത്താവ് നിൻ്റെ കണ്ണുകളിൽ തൊടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് യു ലോർഡ്. ആമേൻ. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ മുൻനിർത്തി കണ്ട സ്വപ്നങ്ങൾ, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. കർത്താവ് പകരം നൽകും. മനുഷ്യനും പിശാചും നശിപ്പിച്ച് കളഞ്ഞ നിന്റെ ജീവിത അനുഭവങ്ങൾക്ക് എൻ്റെ ദൈവം പകരം നൽകും. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ചിലർ പറയും, പാസ്റ്റർ നിങ്ങൾ പറയുന്നത് പോലെയല്ല, എൻ്റെ നാശത്തിന് പിന്നിലെ കാരണം പിശാചല്ല. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ വേറെ ചിലർ ചിന്തിക്കും, ചിലപ്പോൾ മനുഷ്യരാകാം, ശത്രുക്കളാകാം, അല്ലെങ്കിൽ മിത്രങ്ങളാകാം. അതുമല്ല പാസ്റ്റർ, നിങ്ങൾ പറയും ഞാൻ തന്നെയാണ്, അറിഞ്ഞോ അറിയാതെയോ എൻ്റെ പോക്ക് തെറ്റായ വഴികളിലായി, ഞാൻ സ്വയം നശിച്ചു, എൻ്റെ ആരോഗ്യത്തെ ഞാൻ നശിപ്പിച്ചു, മദ്യത്തിലൂടെ, ലഹരികളിലൂടെ, ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു, എൻ്റെ ശരീരത്തെ ഞാൻ നശിപ്പിച്ചു. നീ കരയുക. ഇപ്പോൾ എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേട്ട് നിനക്കിതേ വരത്തുള്ളൂ, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ, ഇപ്പോൾ എന്തായി? ലഹരി ഉപയോഗിച്ചു, മോശം ജീവിത സാഹചര്യങ്ങളിലൂടെ നടന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ബുദ്ധി കെട്ടുപോയി, ശരീരം കൈവശം വന്നു, കുടുംബമില്ല, ഭാര്യയില്ല, മക്കളില്ല, നീ ഒറ്റയ്ക്ക് കരയുക. കേൾക്ക്, നഷ്ടപ്പെട്ടു പോയ നിന്റെ ആരോഗ്യത്തെ തിരികെ നൽകി, നല്ല മൈൻഡ് സെറ്റ് തിരികെ നൽകി എൻ്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുക. നീ തന്നെ നിന്റെ ജീവിതത്തിൽ വരുത്തി വെച്ച ആ നാശത്തിന് എൻ്റെ ദൈവം പകരം തരും. തകർന്നു പോയ നിന്റെ കുടുംബ ജീവിതത്തെ നിന്റെ പിടിപ്പുകേട് കൊണ്ട്, കഴിവുകേട് കൊണ്ട്, മറ്റാരും പറയാതെ നിനക്കതറിയാം, നിന്റെ ചില തീരുമാനങ്ങൾ തെറ്റായി പോയി, നീ പറഞ്ഞത് കൂടിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ പറയുവാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് നിനക്കറിയാം. ഇപ്പോൾ അന്ന് ആമേൻ നല്ല സമയത്ത് ചിലതൊക്കെ തിരിച്ചറിയുന്നത് നല്ലതാ, കരയേണ്ടി വരത്തില്ല. ആമേൻ. ചില സമയങ്ങളിൽ പെട്ടെന്ന് ചോര തിളച്ചു പൊങ്ങും. ആ ആവേശ തള്ളിച്ചയിൽ പറയുന്ന വാക്കുകൾ, ഭാര്യയാണ്, ഭർത്താവാണ്, മക്കളാണ്, പ്രിയപ്പെട്ടവരാണ്, ബന്ധുക്കളാണ്, ചാർച്ചക്കാരാണെന്ന് നോക്കാതെ പറയുന്ന വാക്കുകൾ, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അറം പറ്റുന്ന വാക്കുകളായി തീരാതിരിക്കുവാൻ നിങ്ങളെ നാവിനെ കടിഞ്ഞാണിട്ട്, സഹോദരി നിന്നോട്, സഹോദര, നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക. അന്ന് കടിഞ്ഞാൻ കൈവിട്ടു പോയി, ദൈവം പകരം നൽകിയ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. പത്രോസിൻ്റെ അമ്മായിയമ്മ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പനി ബാധിച്ച് കിടന്നവൾ, യേശു അവളെ തൊട്ടു, അവൾ സൗഖ്യമായി. യേശുവിന് ശുശ്രൂഷ ചെയ്തതുപോലെ രോഗക്കിടക്കയിലായിരിക്കുന്ന കുഞ്ഞെ, നിന്നെ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. മാതാവേ, ആ കുഞ്ഞിനെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും. അത് യേശുവിനുള്ള കുഞ്ഞാ, യേശുവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട കുഞ്ഞാ. ഈ ദിവസങ്ങളിൽ ആ കുഞ്ഞിനെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോകുക. അപ്പോൾ എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയി, അതുകൊണ്ട് കടത്തിനുമേൽ കടം വന്ന് കയറി കടക്കാരനായ ജീവിതം നശിച്ച് നരകതുല്യമായി തീർന്നു. വീണ്ടും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നശിച്ച് നാറാണക്കല്ലെടുത്ത അവസ്ഥ. ഒന്നുമില്ല, എല്ലാം പോയി, എല്ലാം കൈവിട്ടു പോകുന്നു, കടം പെരുകിക്കൊണ്ടേയിരിക്കുന്നു, സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. മകൾക്കൊപ്പം, മകനൊപ്പം, ഭാര്യയ്ക്കൊപ്പം, ഭർത്താവിനൊപ്പം, പ്രിയപ്പെട്ടവർക്കൊപ്പം ഒന്ന് സമയം ചിലവഴിക്കുവാൻ കഴിയുന്നില്ല, ചിരിച്ചൊരു വാക്ക് പറയുവാൻ കഴിയുന്നില്ല, ഉണ്ടാക്കി വയ്ക്കുന്ന ആഹാരം സ്വസ്ഥമായി സമാധാനത്തോടെ ചിരിയോടെ തമാശ പറഞ്ഞ് കഴിക്കുവാൻ കഴിയുന്നില്ല. എന്തൊരു നശിച്ച ജീവിതം, എന്തൊരു നരകിച്ച ജീവിതം നിന്നോടാ. നിന്റെ അവസ്ഥയ്ക്ക് എൻ്റെ യേശു അറുതി വരുത്തി നഷ്ടപ്പെട്ടു പോയ ആ നല്ല സായാഹ്നങ്ങൾക്ക് എൻ്റെ ദൈവം പകരം നൽകുവാൻ പോകുക. നീ ആസ്വദിക്കേണ്ട, നീ എൻജോയ് ചെയ്യേണ്ട ആ സായാഹ്നങ്ങൾക്ക് സഹോദരാ, സഹോദരി, കടം കയറി കടം കൊണ്ട് മുടിഞ്ഞ് അതിന് മധ്യത്തിൽ നഷ്ടപ്പെട്ടു പോയ നിൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷങ്ങളെ എൻ്റെ കർത്താവ് തിരികെ തരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒരുമാതിരി മുരടിച്ച, ഒരുമാതിരി വരണ്ട ജീവിതമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. നല്ല ഓർമ്മകളില്ല, നല്ല മൊമെൻറ്റ്സ് ഇല്ല, നല്ല സന്തോഷങ്ങളില്ല. അയ്യോ, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുക. ഇങ്ങനെ എത്ര നാൾ ജീവിക്കുവാൻ കഴിയും? ചോദ്യം അതല്ലേ. ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് എന്താണ് പാസ്റ്റർ?
എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് എന്താണ് കാര്യം? ചോദ്യമാണ്. ഓ ഷേഖന് അമേൻ. എൻ്റെ കർത്താവ് പകരം നൽകുവാൻ പോകുക. നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, നിൻ്റെ ഫാമിലി ലൈഫിൽ ആസ്വദിക്കുവാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾക്ക് എൻ്റെ ദൈവം പകരം നൽകുവാൻ പോകുക. കോടതി മുറികൾ കയറി ഇറങ്ങി കൗൺസിലിംഗ് റൂമുകളിൽ പോയി ചടഞ്ഞിരുന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞ നല്ല ദിവസങ്ങൾക്ക് എൻ്റെ ദൈവം പകരം നൽകുവാൻ പോകുക. ചിലരുടെയൊക്കെ വാക്ക് കേട്ട് യുദ്ധം ചെയ്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞ നല്ല ദിവസങ്ങൾക്ക്, അതേ യുദ്ധം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. യുദ്ധം നിർത്ത് ആമേൻ. കളിപ്പിക്കുവാൻ അനേകർ കാണും, കളിക്കുവാൻ നീ മാത്രമേ കാണത്തുള്ളൂ ആമേൻ. അവരെല്ലാം മാറി നിന്ന് കളി കാണും. ഇപ്പോൾ പറയും ഒന്നും പേടിക്കേണ്ടടി, ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുണ്ട്. എൻ്റെ പൊന്നുപങ്ങളെ ഒരൊറ്റ എണ്ണം കാണത്തില്ല ആമേൻ. നിനക്ക് വേണ്ടി കർത്താവ് ഒരു തുണയെ തന്നു. തക്ക തുണ. നിങ്ങൾക്കറിയാമോ, ബൈബിൾ മൂലഭാഷയിൽ ആ തക്ക തുണയ്ക്ക് പറയുന്നത് സഹായി എന്നാണ്, അഥവാ ഹെൽപ്പർ എന്നാണ്. നിനക്കൊരു സഹായിയെ ദൈവം തന്നു, നിനക്കൊരു സഹായിയെ ദൈവം തന്നു. കേൾക്ക്, ഒരിക്കൽ കൂടി ഞാൻ സന്തോഷത്തോടെ നിന്നോട് വിളിച്ചു പറയട്ടെ, എൻ്റെ പെങ്ങളെ, നിനക്കൊരു സഹായിയെ ദൈവം തന്നു. എൻ്റെ പൊന്നു സഹോദര, നിനക്കൊരു സഹായിയെ ദൈവം തന്നു. ആ സഹായിയോടൊപ്പം ചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കുക. എന്തിനാണ് നിനക്ക് സഹായിയെ ദൈവം തന്നത്? നീ ബലഹീനനാണെന്ന് ദൈവത്തിന് അറിയാം. നിനക്കൊരു സഹായിയുടെ തുണയില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാമെന്നുള്ളത് കൊണ്ട് നിനക്ക് ഒരു ഊന്നുവടിയായി ഞാൻ ഇങ്ങനെ നിനക്ക് മനസ്സിലാകുന്നത് പോലെ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ആമേൻ, സ്ട്രെച്ചറിൽ നടക്കുന്ന അഥവാ പൊയ്ക്കാലിൽ നടക്കുന്ന, കാല് വച്ചു പിടിപ്പിക്കുന്നതിന് മുമ്പ് പേരിനൊരു കാലില്ലാത്ത വ്യക്തിക്ക് വച്ചു പിടിപ്പിക്കുകയും ഒപ്പം ഒരു കമ്പ്, ഒരു ഊന്നുവടി, അതിൻ്റെ സപ്പോർട്ടോടുകൂടെ നടക്കുകയും ചെയ്യുന്ന പഴയ കാലത്തുള്ള വികലാംഗരെ നിൻ്റെ മനോമുഖത്തിൽ കാണുവാൻ നിനക്ക് കഴിഞ്ഞാൽ, അങ്ങനെ നടന്നു വരുന്നൊരു വ്യക്തി, കാലില്ല, കാലിന് പകരം ഒരു പൊയ്ക്കാൽ വച്ചിട്ടുണ്ട്, ആ കക്ഷത്തിലൂടെ ഇട്ട് വച്ചിരിക്കുന്ന ഒരു ഊന്നുവടിയുണ്ട്. ആ കരങ്ങൾ കൊണ്ട് ആ ഊന്നുവടിയിൽ ബലം കൊടുത്ത് നടന്ന് നീങ്ങുന്നവൻ, അവൻ്റെ ആ ഊന്നുവടിയെ തട്ടിക്കളയുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എങ്ങനെയായിരിക്കും? ബാലൻസ് നഷ്ടപ്പെട്ട് അവൻ വീഴും, നെഞ്ചിടിച്ച് വീഴും, തലയിടിച്ച് വീഴും, ദേഹം മുഴുവൻ മണ്ണ് പറ്റും. നിന്റെ സഹായിയെ തട്ടിക്കളയുന്ന പന്നപിശാചുക്കൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഭാര്യയെ നിന്നിൽ നിന്ന് അകറ്റുന്ന, നിന്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അകറ്റുന്ന, നീ തിരിച്ചറിയ, ദൈവം നിനക്ക് തന്ന നിന്റെ പങ്കാളിക്കൊപ്പമാണ് നീ പൂർണ്ണനാകുന്നത്, നീ പൂർണ്ണയാകുന്നത്. അതുകൊണ്ട് അവരുടെ വാക്ക് കേൾക്കരുതേ. നിന്റെ ഭവനത്തിനകത്ത് ആമേൻ കുശുകുശുപ്പും മന്ത്രണവുമായി കടന്നു വരുന്ന ഒരൊറ്റയെണ്ണത്തിൻ്റെ വാക്ക് നീ കേൾക്കരുതേ. നിന്റെ ഭർത്താവിന് സർട്ടിഫിക്കറ്റ് തരുവാനുള്ള ഉത്തരവാദിത്വം നിന്റെ ദേശക്കാർക്കോ, നിന്റെ അയൽക്കാർക്കോ, നിന്റെ കൂട്ടുകാർക്കോ, നിന്റെ ബന്ധുക്കൾക്കോ, നിന്റെ പെറ്റ മാതാപിതാക്കൾ പോലും കൊടുക്കരുതേ. ആ സർട്ടിഫിക്കറ്റ് ചെയ്യുവാനുള്ള ഏറ്റവും ഉത്തമനായ വ്യക്തി നീയാണ്. കാരണം നീയാണ് ആ വടി ഉപയോഗിച്ച് നടക്കുന്നത്. ഓ താങ്ക് യു ലോർഡ്. അപ്പോൾ നീ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി, നീ സർട്ടിഫൈ ചെയ്താൽ മതി. ആമേൻ. അതിന് ആദ്യമേ ഒരു സർട്ടിഫൈ ഉണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ISI സർട്ടിഫിക്കറ്റിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് അതിന് ലഭിച്ചിട്ടുണ്ട്. ഉടയ തമ്പുരാൻ സർവശക്തനായ ദൈവം നൽകിയ സർട്ടിഫിക്കറ്റ്. ആമേൻ. ആ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് നിന്റെ കരങ്ങളിലുള്ളത്. അതുകൊണ്ട് മറ്റാരുടെയും വാക്ക് കേൾക്കരുത്. അവിധത്തിൽ വാക്ക് കേട്ട് ഊന്നുവടി നഷ്ടപ്പെട്ടു ഓ കേൾക്ക്. ആ നഷ്ടപ്പെട്ട നാളുകൾക്ക് എൻ്റെ ദൈവം പകരം നൽകിയ, പിന്നെയും നീ നിൻ്റെ ഭർത്താവും നീ നിൻ്റെ പ്രിയപ്പെട്ടവനും നീ നിൻ്റെ പ്രിയപ്പെട്ടവളും ചേർന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ, മാതാവേ പിതാവേ കേൾക്ക്, നിൻ്റെ മക്കൾ ആമേൻ അവർ അവരുടെ ആ കുടുംബ ജീവിതത്തിലെ സന്തോഷങ്ങളെ പിന്നെയും എൻജോയ് ചെയ്യുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. നിനക്ക് മുമ്പിൽ നിൻ്റെ മക്കൾ പിന്നെയും സന്തോഷത്തോടെ ആമേൻ അവരുടെ കുടുംബ ജീവിതം ജീവിക്കുന്നത് നീ കാണുവാൻ പോകുന്നു. ഒറ്റയ്ക്ക് കരഞ്ഞ് തളർന്ന് മുറിക്കകത്ത് നിന്ന് ഇറങ്ങി വരുന്ന നിൻ്റെ പ്രിയപ്പെട്ട മകളെ കണ്ട കണ്ണുകൾക്ക് അവധി കൊടുക്കുവാൻ സമയമായി. യേശുവിൻ നാമത്തിൽ സന്തോഷത്തോടെ അതേ നിന്റെ തലമുറയുടെ കുടുംബ ജീവിതത്തെ കർത്താവ് പണിയുക. നഷ്ടപ്പെട്ടു പോയ അവിടെ പകരം നൽകുന്നതിന് കാരണമായി സംഭവിച്ച കാര്യങ്ങൾ, 4 വിധത്തിലുള്ള ആക്രമണം ഉണ്ടായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, 25-ന്റെ 2-ാം ഭാഗം മുതൽ തന്നെ. വെട്ടുകിളി വിട്ടിൽ തുള്ളൻ പച്ചപ്പുഴു. ആമേൻ. വെട്ടുകിളി തിന്നു, തുള്ളൻ, ഈ പച്ചക്കുതിര, പുൽച്ചാടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. നിങ്ങൾ വീട്ടിൻ്റെ നടയിൽ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ച എല്ലാവർക്കും ആഗ്രഹമാണ്. അവൻ തക്കാളിയോ വെണ്ടയ്ക്കയോ കത്തിരിക്കയോ വല്ലതൊക്കെ നട്ട് വളർത്തി അതിൽ നിന്ന് കിട്ടുന്നത് അതിനുവേണ്ടി നട്ട് വളർത്തും. അങ്ങനെ വളർന്ന് ഇലയൊക്കെ വരുമ്പോൾ സന്തോഷമാകും. പിറ്റേന്ന് രാവിലെ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റുമായിട്ട് അതിന് വളമാക്കുവാൻ വേണ്ടി കൊണ്ടു ചെല്ലുമ്പോൾ
വേറെ 3 കമ്പ് മാത്രം നിൽക്കും. കത്തിരിയൊക്കെ ആണെങ്കിൽ പുകപടലം പോലെ നിൽക്കും. ചിലരുടെയൊക്കെ ശ്വാസകോശം പോലെ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ആവശ്യമില്ലാത്തതൊന്നും വലിച്ചു കയറ്റരുത്. അപ്പോൾ അതുപോലെ ഇരിക്കും. ആമേൻ. മൊത്തം പുഴുതിന്ന് തീർത്ത് കളയും, നശിച്ചു പോകും. 2 ദിവസം കഴിയുമ്പോൾ വാടി കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോകും. തിന്നു തീർത്തു, പിശാച് തിന്നു തീർത്തു. അവരുടെ ലൈഫിനെ തിന്നു തീർത്തു. നിന്റെ മക്കളുടെ ആരോഗ്യമുള്ള മുളകളെ തിന്നു തീർത്തു. പഠിക്കേണ്ട നല്ല നാളുകൾ, അവർ പ്രയോജനപ്പെടുത്തേണ്ട നല്ല നാളുകൾ. പലരും ചിന്തിക്കുന്നുണ്ട്, ഇനി എൻ്റെ മോനെ കൊണ്ട്, എൻ്റെ മോളെ കൊണ്ട് എന്താ പ്രയോജനം? പഠിക്കേണ്ട സമയത്ത് അവർ പഠിച്ചില്ല. നല്ല ജോലിയിൽ പ്രവേശിക്കേണ്ട സമയത്ത് അവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. നല്ലൊരു ഫാമിലി, നല്ലൊരു ഫ്യൂച്ചർ ലൈഫ് അവർക്കുണ്ടായില്ല. ഇനി എന്തിനാ ഇങ്ങനെ? അല്ലേ, നശിച്ചു, അല്ലെങ്കിൽ നശിപ്പിച്ചു. മനുഷ്യനും പിശാചും ഒത്തുചേർന്ന് നശിപ്പിച്ചു കളഞ്ഞു. കേൾക്ക്, അപ്രതീക്ഷിതമായത് സംഭവിക്കുവാൻ പോകുകയാണ്. ആ പുഴു തിന്ന് തീർത്തിടത്തു നിന്ന് പുതിയ മുളകൾ, കരുത്തുള്ള മുളകൾ. യേശുവിൻ നാമത്തിൽ പുതിയ മുളകൾ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ നശിച്ചു, തീർന്നു, അവസാനിച്ചു, ഇനി ഇല്ല എന്ന് നീ കണ്ട, ലോകം നിന്നോട് വിളിച്ചു പറഞ്ഞ അതേ അവസ്ഥയിലായിരിക്കുന്ന നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ പുതിയ മുളകളെ എൻ്റെ ദൈവം മുളപ്പിക്കുവാൻ പോകുക. അവൻ തീർന്നിട്ടില്ല, അവസാനിച്ചു എന്ന് പറഞ്ഞിടത്തു നിന്ന് പുതിയ തുടക്കങ്ങൾ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ പകരം നൽകുന്ന ദൈവിക പദ്ധതിക്കൊപ്പം. അമ്മേൻ. ഇനി എന്താ കാര്യം? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് ചോദ്യം. ഉണ്ട്, ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് കാര്യമുണ്ട്. കാരണം ദൈവത്തിന് പകരം നൽകുവാൻ കഴിയും. നീ പറയുന്നത് ശരിയാണ്, നീയല്ലേ നശിപ്പിച്ചത്? ശരിയാണ്, കേട്ടതും ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. ആ ശരിക്ക് പിന്നിലെ കാരണം എന്താണ്? ശരിയാക്കാൻ പറ്റത്തില്ല. ആമേൻ. എറിഞ്ഞുടച്ച ചില്ലുപാത്രം പോലെ അതങ്ങ് ചിതറിപ്പോയി. ലോകത്തിനത് കഴിയത്തില്ല. പക്ഷെ ബൈബിൾ പറയുന്നു, കുശവന്റെ കയ്യിലെ ഉടഞ്ഞ പാത്രങ്ങളെ മനോഹരമായ മാനപാത്രമാക്കി പണിതെടുക്കുന്ന ഒരു ദൈവം, നല്ല കുശവൻ, എൻ്റെ നിൻ്റെ ഉടയവൻ. നീ ആ കർത്താവിൻ്റെ കരങ്ങൾക്കുള്ളിലാണ്. പ്രിയ മകനെ, മകളെ, എല്ലാവരും പറഞ്ഞു നശിച്ചു പോയി, ഉടഞ്ഞു പോയി, അയ്യോ അവൻ്റെ ജീവിതം പോയി, അവൻ്റെ ജീവിതം തീർന്നു. നോ, എൻ്റെ ദൈവം മനോഹരമായൊരു മാനപാത്രമാക്കി നിന്റെ ജീവിതത്തെ പണിതെടുക്കും. നീ എന്ന വ്യക്തിയെ പണിതെടുക്കും. എവിടെയൊക്കെയാണോ നീ അടിച്ചു വാരി കളയപ്പെട്ടത്, ഉടഞ്ഞു പോയാൽ അടിച്ചു വാരി കളയും. പിന്നെ അതിന് പരിപാലനം ലഭിക്കത്തില്ല, പിന്നെ അതിന് ചുംബനം ലഭിക്കത്തില്ല. നോക്കൂ, മനോഹരമായൊരു ചില്ലുപാത്രം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ വർണ്ണാഭ കണ്ട്, അതിൻ്റെ തിളക്കം കണ്ട്, അതിൻ്റെ ചിത്രപ്പണികൾ കണ്ട്, അതിൻ്റെ ആ ഷേപ്പ് കണ്ട് അറിയാതെ ചുംബിച്ചു പോകും, അറിയാതെ കരങ്ങളിൽ വെച്ച് തലോലിച്ചു പോകും. അങ്ങനെ ഒരു അനുഭവം നിനക്കുണ്ടായിരുന്നു. പക്ഷേ അറിയാതെ വീണുടഞ്ഞു പോയി, അറിഞ്ഞുകൊണ്ട് എറിഞ്ഞുടയ്ക്കപ്പെട്ടു. സ്വയമാകാം, അല്ലെങ്കിൽ ആരെങ്കിലും എറിഞ്ഞുടച്ചതാകാം. എന്നാൽ കേൾക്ക്, എൻ്റെ ദൈവം മനോഹരമായി മാനപാത്രമാക്കി, സ്പെഷ്യലാക്കി താങ്ക് യു ലോർഡ്, മാനപാത്രമാക്കി അവൻ പണിതെടുക്കും. നോക്കൂ, അതുവരെ ആ പാത്രത്തിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് ഒരുപാട് പാത്രങ്ങളിൽ ഒരു പാത്രമാണ്. എപ്പോൾ വരെ? ഉടയുന്നത് വരെ. കുശവൻ്റെ കൈക്കുള്ളിലിരുന്ന് ആ പാത്രം ഉടയുന്നത് വരെ അത് ഒരുപാട് പാത്രങ്ങൾക്കൊപ്പമുള്ള ഒരു പാത്രം മാത്രം. എന്നാൽ എപ്പോഴാണോ കുശവൻ്റെ കയ്യിൽ ഉടയപ്പെട്ട് ആ പാത്രം പണിയപ്പെട്ടത്, അപ്പോൾ മുതൽ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ വ്യത്യസ്തമായ, സ്പെഷ്യലായ, മനോഹരമായ മാനപാത്രം. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇന്നലകളിൽ നീ ലോകത്തിൽ അനേകർക്കൊപ്പമായിരുന്നു, അല്ലെങ്കിൽ അനേകരിൽ ഒരാളെപ്പോലെ ആയിരുന്നു. ആ ഡിഗ്രി ഉള്ളവരിൽ ഒരാൾ, അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ചവരിൽ ഒരാൾ, ആ ദേശത്തിൽ ജീവിക്കുന്നതിൽ ഒരാൾ, ആ ഏജ് ഗ്രൂപ്പിലുള്ളവരിൽ ഒരാൾ, ആ പേരുള്ളവരിൽ ഒരാൾ. ഇന്നു മുതൽ നീ വ്യത്യസ്തനാണ്. ദൂതേറ്റ് എടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഇന്നു മുതൽ നീ വ്യത്യസ്തനാണ്. ദൈവം മെനഞ്ഞെടുത്ത മാനപാത്രം, സ്പെഷ്യൽ. നീ സ്പെഷ്യലാണ് സഹോദര. ഇന്നു മുതൽ നിൻ്റെ ജീവിതം സ്പെഷ്യലാണ്. ഇന്നു മുതൽ
നീ സ്പെഷ്യലാണ്. ഇന്നു മുതൽ നിൻ്റെ തലമുറകൾ സ്പെഷ്യലാണ്. ഇന്നു മുതൽ നിൻ്റെ തൊഴിൽ സ്പെഷ്യലാണ്. എവിടെയാണോ പിശാചതിനെ നശിപ്പിച്ചത്, എവിടെയാണോ നിൻ്റെ വരുമാന മേഖലയെ ഇല്ലാതാക്കി കളഞ്ഞത്, എവിടെയാണോ നിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും അടിക്കടി ഉയരുവാൻ കാരണമാകും വിധത്തിൽ പിശാചിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടത്, അവിടെ നിന്ന് സ്പെഷ്യലായി അവൻ്റെ ജോലി അതുപോലൊരു ജോലി എന്ന് പറയാതിരിക്കുവാൻ, യേശുവൻ വ്യത്യസ്തമായ നിലവാരത്തിൽ നിന്റെ തൊഴിലിനെ എൻ്റെ കർത്താവ് മാനിക്കുവാൻ പോകുന്നു. പകരം നൽകുന്നത് അவ்விധത്തിലുള്ളതാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, പകരം നൽകുന്നത് അவ்விധത്തിലുള്ളതാണ്. തിന്ന് നശിപ്പിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് തിന്ന് നശിപ്പിച്ചു. ഇന്നലകളിൽ നീ അധ്വാനിച്ചു, ആരൊക്കെയോ തിന്നു. അല്ലേ സഹോദരി, നീ നിൻ്റെ മക്കളും അനുഭവിക്കേണ്ടത്, ആരൊക്കെയോ തിന്നു. തിന്നതിന് ശേഷം നശിപ്പിച്ചു. ഏത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെ അവൻ അധ്വാനിച്ചു, അത്ര ശമ്പളമുണ്ട്, അങ്ങനെയുള്ള കമ്പനിയിലാണ് ജോലി, അഭിമാനത്തോടെ നീ പറഞ്ഞിട്ടുണ്ട്, നിനക്കറിയാമല്ലോ. പക്ഷേ എവിടെ ഉണ്ടാകേണ്ട നീക്കിയിരിപ്പ് എവിടെ? അധ്വാനിച്ചതിൻ്റെ ഫലം എവിടെ? ആരോ തിന്നു. സ്തോത്ര. അങ്ങനെ തിന്ന ചില പച്ചപ്പുഴുവിനെ ചവിട്ടി നശിപ്പിച്ചുകൊണ്ട് ദൈവം പുതിയ മുളകൾ, കരുത്തുള്ള മുളകൾ, ആ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾക്ക് പകരമാകും വിധത്തിലുള്ള പുതിയ കരുത്തുള്ള ഫലം തരുമാറാകുന്ന മുളകളെ മുളപ്പിക്കുക. നിൻ്റെ ഭർത്താവിൻ്റെ തൊഴിൽ മേഖലയിൽ നിന്ന്, നിൻ്റെ വരുമാന മേഖലയിൽ നിന്ന്, അതേ ആ ബിസിനസ്സിൽ നിന്ന് ഈ ഫലമായി ഷെഖനെ അതിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം വിട്ടിലും തുള്ളനും, ചാടി ചാടി വരുന്ന വിട്ടിലും തുള്ളനും. ആമേൻ. ചില ചാട്ടങ്ങളാണ് തകർച്ചയ്ക്ക് കാരണം. ചാടി വന്ന ചിലർ ബിസിനസ്സിനകത്ത് കയറി, അവർ ചാടിപ്പോയി, അതും കൂടെ പോയി. ചാടി വന്നവർ ചാടി, അകത്തുണ്ടായിരുന്നതെല്ലാം പുറത്തു പോയി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നശിപ്പിച്ച് കളഞ്ഞു. ആമേൻ. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അതാണ് പ്രശ്നം. ആമേൻ. ഇനി ഉപയോഗമില്ല പാസ്റ്റർ, എൻ്റെ ജീവിതം കൊണ്ട് ഇനി ഉപയോഗമില്ല, എൻ്റെ മക്കളുടെ ജീവിതം ഇനി ഉപയോഗമില്ല, എൻ്റെ ശുശ്രൂഷ ഇനി ശുശ്രൂഷ എന്ന നിലയിൽ എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല, എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. നീ കരയുക, കേൾക്ക്. കർത്താവ് നിന്നെ വ്യത്യസ്തമായ നിലകളിൽ പ്രയോജനപ്പെടുത്തുവാൻ പോകും. എവിടെയാണോ ഇനി നിനക്ക് വേലയില്ല, ഇനി നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടത്തില്ല, ഇനി നിനക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല എന്ന് നീ ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്നത്, അവിടെ വ്യത്യസ്തമായ നിലകളിൽ എൻ്റെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുക. ഈ നിലകളിൽ നഷ്ടപ്പെട്ടു പോയ നല്ല ദിവസങ്ങൾക്ക് എൻ്റെ ദൈവം പകരം നൽകുവാൻ പോകുക. നഷ്ടപ്പെട്ടു പോയ നിൻ്റെ സാക്ഷ്യത്തിൻ്റെ ദിനങ്ങൾക്ക് എൻ്റെ ദൈവം പകരം നൽകി നിന്നെ മാനിക്കുവാൻ പോകുന്നു. ആമേൻ. നോക്കൂ, ചില മിനിറ്റുകൾക്കോ, ചില മണിക്കൂറുകൾക്കോ, ചില ദിവസങ്ങൾക്കോ, ചില മാസങ്ങൾക്കോ അല്ല, സംവത്സരങ്ങൾക്ക്, വർഷങ്ങൾ കൊണ്ട് പിശാച് ഗ്രാജുവലായി നിന്നിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയതിന് ദൈവം പകരം നൽകും. ആർ യു റെഡി? പ്രാപിക്കുവാൻ, തിരികെ പ്രാപിക്കുവാൻ. ആമേൻ. നഷ്ടപ്പെട്ട ഒരു സീസൺ ഉണ്ടായിരുന്നു. ഈ കരച്ചിലിൻ്റെ അർത്ഥം അതാണ്. കണ്ണുനീർ തോരുന്നില്ല അല്ലേ? ആമേൻ. ഇനിയും കരഞ്ഞ് തളർന്ന് പരിതപിച്ച് ഭാവിയെക്കുറിച്ചോർത്ത് ഉൾക്കൊട്ടപ്പെട്ട്, നോ, ഇത് പ്രാപിക്കലിൻ്റെ സീസണാണ്. ആമേൻ. സ്തോത്രം. ഇത് പ്രാപിക്കലിൻ്റെ സീസണാണ്. സഹോദരാ, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ഇത് തിരികെ പ്രാപിക്കലിൻ്റെ സീസണാണ്. ഇത് ചില സ്ഥലങ്ങളിൽ തല നിവർത്തി അഭിമാനത്തോടെ നിൽക്കുന്ന ദൈവം പകരം നൽകി നിന്നെ മാനിക്കുന്ന പുതിയ സീസൺ നീ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. ആമേൻ. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ റെഡിയാണോ? തുടർമാനമായി പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ആമേൻ. ഞാനിങ്ങനെ പറയട്ടെ, മുമ്പൊക്കെ നമ്മളൊരു ചെടി വീട്ടിൻ്റെ നടയിൽ നട്ട് വളർത്തണമെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ നിന്നെങ്കിലും കമ്പൊടിച്ചെടുക്കും, അല്ലെങ്കിൽ വിത്ത് കൊണ്ടുവരും, ഇടും, വളമിടും, വെള്ളം വീത്തും, കളപറിക്കും, വളർത്തും. ആമേൻ. പിന്നെ നമുക്ക് തിരക്കായപ്പോൾ അതിന് കഴിയാറില്ല. പലർക്കും ആഗ്രഹമുണ്ട്, കൊമ്പൊടിക്കാൻ പറ്റാറില്ല, ഒടിച്ചാൽ അടി കിട്ടുന്ന സാഹചര്യമായി, വിത്ത് കിട്ടാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? ചെടി നഴ്സറിയിൽ പോകും, വാങ്ങിക്കും, കൊണ്ടുവന്ന് നടും. ചെടി നഴ്സറിയിൽ നിൽക്കുമ്പോൾ പല ചെടികളും പൂത്ത് മനോഹരമായിട്ട് നിൽക്കും. നമ്മുടെ വീട്ടിലെത്തുമ്പോൾ
വലിയ പാടാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും കാലം മാറിയപ്പോൾ ചെടി നഴ്സറിയിൽ നിന്ന് ചെടിക്കൊപ്പം ചെടിയെ പരിപാലിക്കുവാൻ ഒരാളും കൂടെ വരും. നമ്മൾ സ്ഥലം കാണിച്ചു കൊടുത്താൽ മതി, അവർ തന്നെ കുഴിയെടുക്കും, അവർ തന്നെ വയ്ക്കും, അവർ പറഞ്ഞു തരുന്നത് പോലെ നമ്മൾ ചെയ്താൽ മതി. ചെടി നഴ്സറിയിൽ എങ്ങനെയാണോ ചെടി പൂത്ത് പുഷ്പിച്ച് കായ്ച്ച് ഫലം തരുന്നത്, അതുപോലെ ഭവനത്തിലും സംഭവിക്കും. പ്രൈസർ ഫാമിലിയിലൂടെ അഥവാ ദൈവികമായ കൂട്ടായ്മയിലൂടെ ആ വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രാപ്തി ഉണ്ടാകും. പകരം ദൈവം തരും. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. പ്രാർത്ഥനയോടെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. മറക്കരുത്, ഉപവാസവും പ്രാർത്ഥനയുമാണ് ശക്തിയേറിയ ദൈവിക വിടുതലുകൾ അനുഭവിക്കുന്നവരാക്കി ഭക്തന്മാരെ മാറ്റിയതും നിങ്ങളെ മാറ്റുവാൻ പോകുന്നത്, ഞങ്ങളെ ആ വിധത്തിലാക്കിയിരിക്കുന്നതും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കാം, ഫോണിലൂടെ മാത്രം ബന്ധപ്പെടുവാൻ കഴിയുന്ന അവസ്ഥയായിരിക്കാം. പേടിക്കേണ്ട, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കൂടുതൽ അറിയുവാൻ വേണ്ടി കോൺടാക്റ്റ് ചെയ്യുക. ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുവാൻ ഒരു കുടുംബം കാരണമായി. അവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ച സന്തോഷമാണ് നിങ്ങളുമായി പങ്കുവെച്ചത്. അതുപോലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അനേകരിലേക്ക് മെസ്സേജുകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് നിങ്ങൾക്കും അനേകർക്കും അനുഗ്രഹമായി മാറുക. ഞങ്ങൾ ഓൺലൈൻ മീഡിയയിലൂടെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ദിവസേന വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയും തുടർമാനമായുള്ള ദൈവവുമായി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കഴിയുന്ന കൂട്ടായ്മ നിർഭരമായ പ്രോഗ്രാമുകളും ഉണ്ട്. ജോയിൻ ചെയ്യുക. വെള്ളിയാഴ്ചകളിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വരുന്നവർക്ക് കടന്നു വരാം. വൈകുന്നേരം 3 മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം കുറ്റമ്പള്ളിക്കടുത്ത് ഞങ്ങൾ പുതിയൊരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. കണ്ടടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ മെസ്സേജിനൊപ്പമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒപ്പം ഇവർക്ക് അനുഗ്രഹമാകും വിധം ഈ മെസ്സേജ് ഇവരിലേക്ക് എത്തിച്ച കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ പ്രാപിച്ചു, അങ്ങയുടെ നാമത്തെ ഉയർത്തി. ഇനിയും പ്രാപിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ മെസ്സേജ് സ്പോൺസർ ചെയ്തത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ. ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്ത് അനുഗ്രഹം പ്രാപിക്കുന്ന അനേകർക്കൊപ്പം ഇവരും ആയിത്തീരട്ടെ. കർത്താവെ, ഈ പ്രോഗ്രാമുകൾ അനേകരിൽ എത്തിക്കുവാൻ സ്വർഗ്ഗം ഇവരെ ശക്തീകരിക്കണമേ. ഇവരിലെ രോഗികൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. ദീർഘവർഷങ്ങളായി രോഗികളായി ഭാരപ്പെട്ടായിരിക്കുന്നവർ, നിരന്തരമായ രോഗങ്ങൾ, നിരന്തരമായ ആശുപത്രി അനുഭവങ്ങൾ, നിരന്തരമായ സാമ്പത്തിക പാഴ്ചലവുകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. പഠിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ പരീക്ഷ അടുക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. അസ്ഥിമേലുള്ള രോഗങ്ങൾ മാറട്ടെ. മാംസത്തിന്മേലുള്ള രോഗങ്ങൾ മാറട്ടെ. എല്ലാ സ്കിൻ ഡിസീസസും അലർജീസും മാറിപ്പോകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകും മാനിക്കണമേ. നല്ല തൊഴിലനുഭവങ്ങൾ ഉണ്ടാകട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായി ഇവർ മാറട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുന്നവർ, വിദേശങ്ങളിലായിരിക്കുന്നവർ സ്വർഗ്ഗമങ്ങ് മാനിക്കണമേ. പുതുവഴികളെ തുറക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. IELTS, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണമേ. കർത്താവേ, യേശുവേ, അങ്ങ് കൂടിയിരിക്കണം. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. കലക്കങ്ങൾ മാറട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.